Hello everyone, welcome back to Crack with Jack Malayalam YouTube channel. So this is Deepthi, your reasoning trainer. ഇന്ന് IBPS RRB ഓഫീസർ സ്കെയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്കറിയാം 40 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ അതിലെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് മോക്ക് എക്സാം പോലെയല്ല, ജസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഓക്കെ, so first question, if 2 is subtracted from each even digit and 1 is added to each odd digit in the given number 2145673, then how many digits will appear more than 1 in the new number thus formed എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 is subtracted from each even digit. അപ്പോൾ ഓരോ ഈവൻ ഡിജിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 സബ്ട്രാക്ട് ചെയ്യണം, 2 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2 എന്താണ്? ഈവൻ ഡിജിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 0 കിട്ടും. പിന്നെ 4 ഈവൻ ഡിജിറ്റ് ആണ്, ഈവൻ നമ്പർ ആണ്. സോ 4ന്ന് 2 മൈനസ് ചെയ്താൽ 2 കിട്ടും. പിന്നെ 6 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് 1 is added to each odd digit എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 2 വരും, ഇവിടെ 6 വരും. 5 plus 1 6 വരും. then 7 plus 1 8 and 3 plus 1 is 4. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ഡിജിറ്റ്സ് വിൽ അപ്പിയർ മോർ ദാൻ വൺ ഇൻ ദ ന്യൂ നമ്പർ ദസ് ഫോംഡ്. അപ്പോൾ ദിസ് ഇസ് എ ന്യൂ നമ്പർ അല്ലേ? നമ്മളിതാണ് ന്യൂ നമ്പർ ദസ് ഫോംഡ്. അപ്പോൾ പുതിയ നമ്പർ നമുക്ക് കിട്ടിയത് 0226484 ആണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ എത്ര ഡിജിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പിയർ മോർ ദാൻ 1. ഇതിനകത്ത് 2 എന്ത് ചെയ്തിട്ടുണ്ട്? 2 അല്ലേ, റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ 4 അതായത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2ഉം 4ഉം എത്ര ഡിജിറ്റ്സ് ആണ്? 2 എന്നാണ് ആൻസർ. ഓക്കെ, 2 അതായത് 2ഉം 4ഉം ആണ് ആൻസർ. 2ഉം 4ഉം ആണ് അവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, മോർ ദാൻ 1 ആയിട്ട് വരുന്നുണ്ട്. സോ ഹൗ മെനി ഡിജിറ്റ്സ് വിൽ അപ്പിയർ മോർ ദാൻ 1? 2 എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഫ്ലാറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഫ്ലോർ ബേസ്ഡ് പസിലാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ 8 പേഴ്സൺസ് ആണ്, 4 ഫ്ലോർസ് ആണ്, സച്ച് ദാറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഇസ് നമ്പേർഡ് 1. അപ്പോൾ 8 പേഴ്സൺസ് 4 ഫ്ലോർ ഉള്ളൊരു ബിൽഡിംഗ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ 1 ആണ്, അതേപോലെ മേലേക്ക് 1 2 3 അങ്ങനെ 4th ഫ്ലോർ വരെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ഡയഗ്രാം നിങ്ങൾ വേഗം ചെയ്ത് നോക്കുക. ഓക്കെ, സോ 8 പേഴ്സൺസ് ഇത് ഫ്ലാറ്റ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ഇത് സെക്കൻഡ് ഫ്ലോർ, ഇത് തേർഡ് ഫ്ലോർ, ഇത് 4th ഫ്ലോർ ആണ്. ഓക്കെ, അങ്ങനെ അതിനകത്ത് പറഞ്ഞത്. പിന്നെ ഓരോ ഫ്ലോറിലും എന്തുണ്ട്? 2 ഫ്ലാറ്റ് ഉണ്ട്. ഓരോ ഫ്ലോറിലും എത്ര ഫ്ലാറ്റ് ഉണ്ട്? 2 ഫ്ലാറ്റ് ഉണ്ട്. ഓരോ ഫ്ലോറിലും 2 ഫ്ലാറ്റ് ഉണ്ട്. സോ ഫ്ലാറ്റ് അതായത് ഫ്ലാറ്റ് പിയും ഫ്ലാറ്റ് ക്യൂ ആണ്. പക്ഷെ ഫ്ലാറ്റ് പി എവിടെയാണ്? ഫ്ലാറ്റ് ക്യൂവിൻ്റെ വെസ്റ്റിലാണ്. അതായത് ഫ്ലാറ്റ് പി ഇവിടെയാണ്. അപ്പോൾ ഫ്ലാറ്റ് ക്യൂ എവിടെയായിരിക്കും? ഫ്ലാറ്റ് ക്യൂ ഇവിടെ. മനസ്സിലായോ? സോ ഫ്ലാറ്റ് പി ഇസ് വെസ്റ്റ് ഓഫ് ഫ്ലാറ്റ് ക്യൂ. അപ്പോൾ ഇതാണ് ഒരു കേസ്. ഓക്കെ, സോ ഫ്ലാറ്റ് പി ഓഫ് ഫ്ലോ 2 ഇസ് ഇമ്മീഡിയറ്റ്ലി, അത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എന്താ പറയുക, ഫ്ലാറ്റ് പി സെക്കൻഡ് ഫ്ലോറിലെ ഫ്ലാറ്റ് പി എന്തായിരിക്കും? ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലാറ്റ് പിയുടെ മേലെ ആയിരിക്കും. അതായത് ഓരോ ഫ്ലാറ്റും, അതായത് പി എല്ലാം ഒരുമിച്ച് ഇങ്ങനെ അടുക്കിയിട്ടും, അതേപോലെ ക്യൂ എന്ന് പറഞ്ഞ ഫ്ലാറ്റ്സ് മൊത്തം ഇങ്ങനെ മേലെ ആണെന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, ഫ്ലാറ്റ് പി ഓഫ് ഫ്ലോർ 2, അതായത് ഫ്ലോർ 2ൻ്റെ ഫ്ലാറ്റ് പി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലാറ്റ് പിയുടെ മേലെയാണ്. ആൻഡ് സോ ഓൺ, അതേപോലെ തന്നെ ഫ്ലാറ്റ് ക്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മുതലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ലിവ്സ് ഓൺ ആൻ ഈവൻ നമ്പേർഡ് ഫ്ലോർ. അപ്പോൾ എ ലിവ്സ് ഓൺ ആൻ ഈവൻ നമ്പേർഡ് ഫ്ലോർ. അപ്പോൾ എവിടെയാണ് എയുടെ പോസിബിലിറ്റീസ്? എവിടെയാണ് നിൽക്കാൻ? എ ഇവിടെ 4th ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമാണ് ഉണ്ടാവാൻ ചാൻസ്. പക്ഷേ ഏത് ഫ്ലാറ്റ് ആണെന്ന് നമുക്കറിയില്ല അല്ലേ? പക്ഷേ ഒരു ഈവൻ നമ്പേർഡ് ഫ്ലോർ ആണ്. അപ്പോൾ ഈവൻ നമ്പേർഡ് ഫ്ലോർ ഏതാണ്? 4ഉം 2 ആണ്. 4th ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആണ്. സോ ഈവൻ നമ്പേർഡ് ഫ്ലോർ ആണ്. അപ്പോൾ ഫ്ലോറിനെ കുറിച്ചാണോ പറയുന്നത്, ഫ്ലാറ്റിനെ കുറിച്ചാണോ പറയുന്നത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം, അത് മാറിപ്പോരുത് കേട്ടോ. സോ എ ലിവ്സ് ജസ്റ്റ് എബവ് ദ ഫ്ലാറ്റ് ഓഫ് ഇ എന്നാണ്. അതായത് ഇ ഇങ്ങനെ ഇവിടെയാണെങ്കിൽ ജസ്റ്റ് എബവ് ആണ് എ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടേണ്ടത്, എ ഇ എന്നുള്ളൊരു പാറ്റേൺ. ഓക്കെ, ഇമ്മീഡിയറ്റ് എബവ് ആയിരിക്കണം ഇയുടെ. സോ എ ലിവ്സ് ജസ്റ്റ് എബവ് ദ ഫ്ലാറ്റ് ഓഫ് ഇ. അപ്പോൾ ഇ എന്ന് പറയുന്ന ഫ്ലാറ്റിൻ്റെ ഈ ഏത് ഫ്ലാറ്റിലാണോ ഉള്ളത്? ഓക്കെ, അതിൻ്റെ തൊട്ട് മുകളിലാണ് ആര്? എ. സോ നമ്മൾക്ക് എവിടെ? അപ്പോൾ 2 കേസ് ഉണ്ട്. അപ്പോൾ ഒന്ന് എ ഇവിടെയാണെങ്കിൽ
ഇ ഇവിടെ, എ പക്ഷേ ഏത് ഫ്ലാറ്റാണ് നമുക്കറിയില്ല അല്ലേ, അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു പാറ്റേൺ എന്ത് ചെയ്യണം, ഓർമ്മയിൽ വെക്കണം. ബി ലിവ്സ് ടു ദ വെസ്റ്റ് ഓഫ് ഇ, പക്ഷേ ബി മീൻസ് വെസ്റ്റ് ഓഫ് ഇ ആണ്, അതായത് ബി എവിടെയാണ്, ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയില്ലേ. അപ്പോൾ ഇത് പി ആണ്, ഇത് ഫ്ലാറ്റ് പി ആണ്, ഇത് ഫ്ലാറ്റ് ക്യൂ ആണ്. ബി ഇ, എ കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഇയും ഇയുടെ വെസ്റ്റിൽ ബിയും ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് കേസ് ഇതാണെങ്കിൽ, ഇപ്പം ഇത് ഇവിടെയാണ് എ എന്ന് വെച്ചോ, 4th ഫ്ലോറിലാണ് എ എങ്കിൽ എങ്ങനെ വരും, ഇവിടെ എ വരും, ഇവിടെ ഇ വരും, പിന്നെ ഇവിടെ ബി വരും. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ജി ലിവ്സ് ഓൺ ദ, ഇതാണ്ടോ, ഇത് എന്താണ്, ഇതാണ് ഒരു ഹിൻറ്റ്. ഇത് എന്താ പറയുക, കറക്റ്റായിട്ട് പറയുകയാണ്, ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരിക്കലും ഈ ഒരു പോസിബിലിറ്റി, ഈ ഒരു കേസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു പസിൽ കാണുമ്പോൾ നമ്മളൊന്ന് കണ്ണോടിച്ചിട്ട് വായിക്കുക. അപ്പം ഇതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ എ ഒരിക്കലും എന്ത് ചെയ്യില്ല, 4th ഫ്ലോറിൽ വരില്ല എന്ന് മനസ്സിലായി. ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ എന്നാണ്. അപ്പോൾ എന്തായാലും ജി 3rd ഫ്ലോറിലാണ്, പക്ഷേ ഏത് ഫ്ലാറ്റ് ആണെന്ന് അറിയില്ല. ജി 3rd ഫ്ലോറിലാണ്, ഏത് ഫ്ലാറ്റ് ആണെന്ന് അറിയില്ല. ഇത് ആക്ച്വലി ഭയങ്കര ഈസിയാണ് കേട്ടോ. സോ ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ. അപ്പം നമുക്ക് മനസ്സിലായി എ ഇവിടെ മാത്രം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ, ഇവിടെ ഇ, ഇവിടെ ബി ആണ്. ഓക്കെ, പിന്നെ ജി എന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ്. പിന്നെ ഏതാ നമുക്ക് പറ്റും, എ ലിവ്സ് ജസ്റ്റ് എബവ് ദ ഫ്ലാറ്റ് ഓഫ് ഇ, ഇത് നമ്മൾ ചെയ്തു. പിന്നെ 1 ഫ്ലോർ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡി, എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡി എന്നാണ് പറഞ്ഞത്. ഓക്കെ, 1 ഫ്ലോർ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. ബോത്ത് എഫ് ആൻഡ് സി ലിവ്സ് ഇൻ ദ ഡിഫറെൻറ്റ് ഫ്ലാറ്റ്. ഓക്കെ, സോ എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡി, അതായത് ഡി ഇവിടെയാണെങ്കിൽ എച്ച് എവിടെയായിരിക്കണം, ഡി എച്ച് എന്ന് പറയുന്ന ഒരു ഫ്ലോറിലാണെന്ന് മനസ്സിലായി. ഡിയും എച്ചും ഒരു ഫ്ലോറിലാണ്, പക്ഷെ ഡിയുടെ ഈസ്റ്റിലാണ് എച്ച് എന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. പക്ഷെ ഇവിടെ വരുമോ, ഇല്ല, ബിക്കോസ് ഇവിടെ ഓൾറെഡി ജി ഉണ്ട് ഇവിടെ. ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും ജി, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ജി. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഡി എച്ച് എന്ന് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡി എച്ച് എന്ന് പ്ലേസ് ചെയ്യാം അല്ലേ. പിന്നെ പറയുന്നത് എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡി. പിന്നെ എന്താണ്, ബോത്ത് എഫ് ആൻഡ് സി ലിവ്സ് ഓൺ ഡിഫറെൻറ്റ് 1 ഫ്ലോർ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. ഡിയും സിയും തമ്മിൽ ഒരു ഫ്ലോർ ഗ്യാപ്പാണ്. ഓക്കെ, ഒരു ഫ്ലോർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡി ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ്, അപ്പോൾ ഇവിടെ ആരാണ്, സി ആണ്. സോ 1 ഫ്ലോർ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. പിന്നെ പറയുന്നത് എഫും സിയും ഡിഫറെൻറ്റ് ഫ്ലാറ്റിലാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്നത് എഫ് ആണ് നമ്മൾക്കിനി ബാക്കിയുള്ളത് അല്ലേ. എഫും ജീനെ നമ്മൾക്ക് ഏത് ഫ്ലാറ്റിൽ കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെയാണ് ജി, അല്ലെങ്കിൽ ഇവിടെയാണ്. പക്ഷേ എഫും സിയും എന്താണ്, ഡിഫറെൻറ്റ് ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി ഏത് ഫ്ലാറ്റിലാണ്, പിയിലാണ്. അപ്പോൾ ഒരിക്കലും എഫ് എന്ത് ചെയ്യില്ല, പിയിലല്ല ഉണ്ടാവുക, പകരം ക്യൂലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് എഫ് എവിടെ കിട്ടി, ക്യൂ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ കിട്ടി. അപ്പോൾ എന്തായാലും ജി എവിടെ ആയിരിക്കും, ഫ്ലാറ്റ് പിയിൽ. ഓക്കെ, ഏതാണ് ജി. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, ഡി എച്ച് ജി എഫ് സി എ ബി ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷൻസ് നോക്കുക. എ എവിടെയാണ്, ഒരു ഈവൻ നമ്പേർഡ് ഫ്ലോറിലാണ്. പിന്നെ എ ലിവ്സ് ജസ്റ്റ് എബവ് ഇ. ബി എന്ന് പറയുന്നത് ഇയുടെ വെസ്റ്റിലാണ്. പിന്നെ ഡിയും സിയും തമ്മിൽ ഒരു ഫ്ലോർ ഗ്യാപ്പാണ്. പിന്നെ എച്ച് എന്ന് പറയുന്നത് ഡിയുടെ ഈസ്റ്റിലാണ്. ജി എന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ്. പിന്നെ എവിടെയാണ്, ബോത്ത് എഫ് ആൻഡ് സി ലിവ് ഇൻ ഡിഫറെൻറ്റ് ഫ്ലാറ്റ്സ്. എഫും സിയും എന്താണ്, ഡിഫറെൻറ്റ് ഫ്ലാറ്റ്സിലാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who among the following live just below the flat in which G lives? ജിയുടെ ജസ്റ്റ് ബിലോ ആരാണുള്ളത്, സിയും എയും ആണ്. സോ ബോത്ത് ബി ആൻഡ് സി ഇസ് ദ ആൻസർ. സിയും എയും ആണ് ജസ്റ്റ് എന്താണ്, ബിലോ ഫ്ലാറ്റ് ജി. സോ നെക്സ്റ്റ് വൺ, ഹൗ മെനി ഫ്ലോർ ഗ്യാപ്പ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്? ബിയും എച്ചും തമ്മിൽ എത്ര ഫ്ലോർ ഗ്യാപ്പ് എന്നാണ് ചോദിച്ചത്. ബിയും എച്ചും തമ്മിൽ എത്ര ഫ്ലോർ ഉണ്ട്, 1 2, 2 ഫ്ലോർ ഗ്യാപ്പാണ്. ഓക്കെ, സോ ആൻസർ ഇസ് 2. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ഇ? ജിയുടെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ എത്ര വരും? നോർത്ത് വെസ്റ്റ് ആണ്.
നോർത്ത് വെസ്റ്റ് അല്ലെ. ജി എന്താണ്? ഇ വെച്ച് നോക്കുമ്പോൾ ജി നോർത്ത് വെസ്റ്റിലാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോർ ഡസ് സി ലിവ്സ്? സി ഏത് ഫ്ലോറിലാണ്? സെക്കൻഡ് ഫ്ലോറിലാണ്. സോ ഫ്ലോർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എച്ച്? എച്ച് വെച്ച് നോക്കുമ്പം എച്ച് ഏത് ഫ്ലോറാണ് നോക്കുക. എച്ച് ഏതാണ്? ഫോർത്ത് ഫ്ലോറാണ്. ഫ്ലാറ്റ് ക്യൂ ആണ് ഫോർത്ത് ഫ്ലോർ. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഫ്ലോർ 4 ഫ്ലാറ്റ് ക്യൂ. ഓക്കെ, നെക്സ്റ്റ് കോഡിംഗ് ഡീകോഡിംഗ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ കോഡ് ഓഫ് മേക്ക് ആസ് പെർ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? മേക്ക് എവിടെയുള്ളത്? ഇവിടെയാണ് മേക്ക് ഉള്ളത്. പിന്നെ എവിടെയെങ്കിലും മേക്ക് ഉണ്ടോ? ഇല്ല, വേറെ എവിടെയും മേക്ക് ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കോഡ് നോക്കുക, ഇതിൻ്റെ കോഡ് നോക്കുക, മേക്ക് യുവർ പ്ലാൻ ടുഡേയുടെ കോഡ് നോക്കുക. അതിൽ ഇവിടെ മാത്രമുള്ള കോഡ് ഏതാണ് നോക്കുക. മനസ്സിലായോ? അപ്പോൾ സെഡ് എം ഇതാ ഇവിടെയും ഇവിടെയുണ്ട്. പിന്നെ എസ് ഐ ഇതാ ഇവിടെയും ഇവിടെയുണ്ട്. എം എന്നും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമുള്ളത് ഏതാണ്? ആർ കെ. സോ ആർ കെ ഈസ് ദി ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ കോഡ് ഓഫ് എക്സാം ആസ് പെർ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? അപ്പോൾ എക്സാം എവിടെയൊക്കെയാണ് ഉള്ളത്? ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ എക്സാം ഉണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ കോമൺ ആയിട്ടുള്ളത് വേറെ എന്തെങ്കിലും കൂടി ഉണ്ടോ നോക്കുക. പ്ലാൻ ഉണ്ടോ മൂന്നെണ്ണത്തിലും? ഇല്ല. ടു ഇല്ല. ഗോ ഉണ്ടോ? ഇല്ല. അപ്പോൾ ടുഡേ പ്ലാൻ യുവർ എക്സാം ഇല്ല. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിലുള്ളത് നോക്കുക. എം എൻ ഒ ജെ. സോ വാട്ട് ഇസ് ദ ആൻസർ? ഒ ജെ ഈസ് ദി ആൻസർ. ഓക്കെ, സോ വേറെ എവിടെയും ഒ ജെ ഇല്ല. അപ്പോൾ ഒ ജെ മാത്രമാണ് ഇവിടെ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത്. എം എൻ ഇവിടെ രണ്ടെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ കോമൺ. ഓക്കെ, സോ ഒ ജെ ഈസ് ദി ആൻസർ. സോ നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ കോഡ് ഓഫ് ഗോ ആസ് പെർ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? ഗോ ഇവിടെ മാത്രമാണുള്ളത് അല്ലേ. പിന്നെ വേറെ എവിടെയും എന്തില്ല? ഗോ ഇല്ല. പക്ഷെ പ്ലാൻ നോക്ക്. അപ്പോൾ എന്താണ് ഇവിടെ മാത്രമുള്ളത് നോക്കുക. എം എൻ ഇതാ ഇവിടെ ഉണ്ട്. അതേപോലെ ഒ ജെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒ ജെ ഏതായിരുന്നു? എക്സാം ആണ്. പിന്നെ ഏതാണുള്ളത്? കെ ആറും പി സി ആണുള്ളത്. കെ ആറും പി സി ആണ്. അതും എന്തില്ല? വേറെ എവിടെയും ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കെ ആർ ആണെന്നോ ഗോ എന്ന് പറയുന്നത് കെ ആർ ആണെന്ന് തർപ്പിച്ച് പറയാൻ പറ്റില്ല. അതേപോലെ പി സി ആണെന്നും തർപ്പിച്ച് പറയാൻ പറ്റില്ല. ബിക്കോസ് പിന്നെ ഏതാ? ടൂവും ഗോയും എന്താണ് ഇവിടെ മാത്രമേ ഉള്ളൂ. ടു പിന്നെ വേറെ എവിടെ ഇല്ലല്ലോ. അപ്പം കെ ആർ പി സി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടു ആവാം അല്ലെങ്കിൽ ഗോ ആവാം അല്ലേ. ഇവിടെ രണ്ടെണ്ണം കോമൺ ആയിട്ട്. ഓക്കെ, പ്ലാൻ എം എൻ ആണ് വരിക. സോ വാട്ട് ഇസ് ആൻസർ? ഐദർ പി സി ഓർ കെ ആർ. സോ നെക്സ്റ്റ് വൺ, what is the code of exam today as per the given code language? exam today, exam 1 ഇവിടെയാണ് എക്സാം. അപ്പോൾ ഏതാണ് എക്സാമിൻ്റെ കോഡ്? ഏതാണ്? ഒ ജെ ആണ്. ഒ ജെ ഈസ് എക്സാം അല്ല. അപ്പോൾ ഒ ജെ എക്സാം ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഓപ്ഷനും നോക്കുക. ഓക്കെ, പിന്നെ എസ് ഐ ആണോ സെഡ് എം ആണോ എന്ന് നോക്കിയാൽ മതി ടുഡേയുടെ കോഡ്. ഓക്കെ, ടുഡേ എസ് ഐ ആണോ സെഡ് എം ആണോ? എസ് ഐ എസ് ഐ ആണ്. ബിക്കോസ് ഇവിടെ മൂന്നെണ്ണത്തിൽ എന്തുണ്ട്? എസ് ഐ ഉണ്ട്. അപ്പോൾ എസ് ഐ ഒ ജെ ആണ് ആൻസർ. അപ്പോൾ ഇതല്ല. ഓക്കെ, സെഡ് എം എന്ന് പറയുന്നത് ഇവിടെ ഈ രണ്ടെണ്ണത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇല്ലല്ലോ സെഡ് എം. ഓക്കെ, സോ എസ് ഐ ഒ ജെ ഇസ് ദി ആൻസർ. സോ നെക്സ്റ്റ് വൺ, ഇഫ് ഈസി ടു plan is coded as MNLYPC, then what is the code of Go as per the given code language? അതായത് ഗോൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചത്. പക്ഷേ ഈസി ടു പ്ലാനിൻ്റെ കോഡ് എന്ത് തന്നിട്ടുണ്ട്? MNLYPC. ഈസിയുടെ കോഡ് എന്താണ്? ആക്ച്വലി ഈസിയുടെ കോഡ് LY ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈസിയുടെ കോഡ് LY ആണ് തന്നിട്ടുണ്ട്. അതേപോലെ പ്ലാനിൻ്റെ കോഡ് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ് MN ആണ് അല്ലേ. പ്ലാനിൻ്റെ കോഡ് MN ആണ്. അത് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പ്ലാൻ ഇവിടെയാണ്. അപ്പം മൂന്നെണ്ണത്തിലുള്ളത് ഏതാണ്? MN ആണ് അല്ലേ. സോ പ്ലാൻ MN ആണ്. അപ്പം ഈസിയും പിന്നെ നമ്മൾക്ക് നമ്മൾക്ക് PC ആവാം, ഏതാവാം? KR ആവാം. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ടൂവും ഗോവും എന്താണ്? PC ആവാം, KR ആവാം. പക്ഷെ ഇതിനകത്ത് പറയുന്നുണ്ട് 2 എന്ന് പറയുന്നത് എന്താണെന്ന്? PC ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗോ എന്തായിരിക്കും? KR ആയിരിക്കും. ഓക്കെ, സോ KR ഇസ് ദി ആൻസർ.
സോ ഹൗ മെനി പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ് അത് പെയേഴ്സ് ഓഫ് ലെറ്റർ ആണ് ഗ്രാൻഡ്വൽ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? GHIJKLMN. അപ്പോൾ ഇങ്ങോട്ടേക്കില്ല, ഫോർവേഡ് ഇല്ല. പിന്നെ ആറിൻ്റെ ഫോർവേഡ് ഉണ്ടോ നോക്കുക, STUVWX ഇല്ല, ബാക്ക്വേർഡും ഇല്ല. പിന്നെ എയുടെ ഫോർവേഡ് ഉണ്ടോ നോക്കുക, ഇല്ല, ബാക്ക്വേർഡും ഇല്ല. പിന്നെ N ഉണ്ടോ നോക്കുക, ഇല്ല. പിന്നെ D ഇല്ല. പിന്നെ U, പിന്നെ എ ഉണ്ടോ നോക്കുക, എ ഫോർവേഡ് ഇല്ല, എ ബാക്ക്വേർഡ് ഉണ്ടോ നോക്കുക. BCDEFG, യെസ്. അപ്പോൾ ഒരു പെയർ കിട്ടി, ഒരു പെയർ ഓഫ് ലെറ്റർ കിട്ടി. പിന്നെ നമുക്ക് L നോക്കുക, L ഫോർവേഡ് ഇല്ല, അപ്പോൾ ബാക്ക്വേർഡ് ഉണ്ടോ നോക്കുക. MNOPQR. അപ്പോൾ എത്ര പെയർസ് ഓഫ് ലെറ്റർ കിട്ടി? 2 പെയർസ് ഓഫ് ലെറ്റേഴ്സ് കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ആണ്. പോയിന്റ് P is 26 meter west of point S. പോയിന്റ് P 26 meter west of point S. അപ്പോൾ S ഇവിടെയാണെങ്കിൽ പോയിന്റ് P എന്ന് പറയുന്നത് 26 meter വെസ്റ്റ് ആണ് പോയിന്റ് P. ഓക്കെ, 26 meter പോയിന്റ് P എന്ന് പറയുന്നത് എസിൻ്റെ 26 meter വെസ്റ്റ് ആണ്. പിന്നെ പോയിന്റ് G എന്ന് പറയുന്നത് 52 meter നോർത്താണ്. പിയുടെ 52 meter നോർത്താണ് പോയിന്റ് G. 52 meter നോർത്താണ്. പോയിന്റ് M എന്ന് പറയുന്നത് 39 meter ഈസ്റ്റ് ആണ്. 39 meter ഈസ്റ്റ്. ഏത്? പോയിന്റ് M. അപ്പോൾ എത്ര വരും? 39 മൈനസ് 26 ആണെങ്കിൽ എത്ര വരും? 13 ആണ് വരിക. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യുക? ഇവിടെ 13 കൊടുക്കുക. സോറി, ഇവിടെ എന്താണ് നമ്മൾ 26, കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ 26 ആണെങ്കിൽ ബാക്കി എത്ര വരും? ഇതിപ്പോൾ 26 ആണെന്ന് വെച്ചോ, 26 ആണെങ്കിൽ ബാക്കി എത്ര വരും? 13 വരും. അങ്ങനെയാണെങ്കിലാണ് 26ഉം 13ഉം കൂടി കൂട്ടിയാൽ 39, മൊത്തത്തിൽ 39 വരുള്ളൂ. സോ എത്രയാണ്? പോയിന്റ് M ആണ്. സോ പോയിന്റ് M എന്ന് പറയുന്നത് ജിയിൽ നിന്ന് എത്ര മീറ്റർ ആണ്? 39 ആണ്. അപ്പോൾ 39 എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എന്താണ്? 26ഉം ബാക്കി 13ഉം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആൻഡ് പോയിന്റ് K ഈസ് 13 meter സൗത്ത് ഓഫ് പോയിന്റ് G. അതായത് പോയിന്റ് ജിയുടെ സൗത്തിൽ ഇവിടെ 13 മീറ്ററിലാണ് പോയിന്റ് K. ഓക്കെ, സോ അപ്പോൾ എത്രയാണ്? അതായത് 52ൻ്റെ 13 ഇവിടെ. അതായത് 52ൻ്റെ എത്രയാണ്? 13 ഭാഗം ഇവിടെയാണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 39 ആണ് ഉണ്ടാവുക അല്ലേ? ബാക്കി ഇവിടെ 39 വരും. മനസ്സിലായില്ലേ? ഇനി പോയിന്റ് H ഇസ് 39 meter നോർത്ത് ഓഫ് പോയിന്റ് S. പോയിന്റ് H ഇസ് 39 meter നോർത്ത് ഓഫ് പോയിന്റ് S. അതായത് പോയിന്റ് S എന്ന് 39 meter നോർത്താണ്. അപ്പോൾ ഇത് കറക്റ്റ് 39 ആയി. ഇത് കണ്ടില്ലേ? ഇതെത്രയാണ്? 39 ആണ്. അതേപോലെ ഇതും എത്രയാണ്? 39 ആണ്. കാരണം ഈ 52യുടെ 39ഉം 13ഉം കൂടിയല്ലേ 52 വരിക. അപ്പം ഇവിടെ കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ 39 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ എത്രയാണ്? 13 ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? ഇത് ഏതാണ്? പോയിന്റ് H ആണ്. ഓക്കെ, സോ എല്ലാം കഴിഞ്ഞില്ലേ? സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് പോയിന്റ് P വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് M? ഏത് ഡയറക്ഷനാണ് പോയിന്റ് P? പോയിന്റ് P വിത്ത് റെസ്പെക്ട് ടു M ഏത് ഡയറക്ഷനാണ്? എമ്മിൻ്റെ സൗത്ത് ആണ് അല്ലേ? സൗത്ത് ആണ്, പക്ഷേ ഇത് സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ആൻസർ? സോറി, സൗത്ത് വെസ്റ്റ് ആണ്, പക്ഷേ ഇതിനകത്തില്ല. നൺ ഓഫ് ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് പോയിന്റ് P വിത്ത് റെസ്പെക്ട് ടു M? അപ്പോൾ M വെച്ച് നോക്കുമ്പോൾ സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ഇസ് ദ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ K ആൻഡ് പോയിന്റ് H? കെയും എച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. K എവിടെയാണ്? ഇതാണ് K
അല്ലേ? കെ ഇതാണ്, എച്ച് ഇതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 26 അല്ലേ? സോ 26 ഇസ് ദി ആൻസർ. 26. ഇഫ് പോയിന്റ് സെഡ് ഇസ് 13 മീറ്റർ നോർത്ത് ഓഫ് എച്ച്. പോയിന്റ് സെഡ് എന്ന് പറയുന്നത് 13 മീറ്റർ നോർത്ത് ഓഫ് എച്ച്. അപ്പോൾ എവിടെ പോയിന്റ് സെഡ് ഉണ്ടാവുക? നോക്ക്, ഇവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ 13 എന്ന് കൊടുത്തത് കൊണ്ട് ഈസിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാം. കണ്ടോ? ഇപ്പോൾ ഇവിടെയാണ് സെഡ് ഉണ്ടാവുക, ഇവിടെ. ഓക്കെ, എച്ചിൻ്റെ നോർത്തിൽ 13 മീറ്റർ. ഇത് 13 ആണല്ലോ, ഇതും 13 ആണ്, ഇതും സെയിം ഡിസ്റ്റൻസ് ആണ്. സോ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? ഇഫ് പോയിന്റ് സെഡ് ഇസ് 13 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് എച്ച്, ദെൻ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എം ആൻഡ് സെഡ്? എം സെഡ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്. എമ്മും സെഡും എത്ര? ഓൾറെഡി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 13 ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, 13. സെഡും എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 13 ആണ്. Okay, next question. 7 persons are sitting in a row facing either linear seating arrangement ആണ്, all are facing north. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ട് കേസും ആദ്യമേ വരച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ആർ ഫേസിങ് നോർത്ത് ആണ്. എല്ലാവരും എന്താണ്? നോർത്തിലാണ് ഫേസ് ചെയ്യുന്നത്. എത്ര ആൾക്കാരാണ്? 7 persons ആണ്. 7 persons. 1 2 3 4 5 6 7. 2 3 4 5 6 7. അപ്പോൾ പെട്ടെന്ന് ചെയ്യുക കേട്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ 7 persons are sitting in a row facing north. They all have of different ages ആണ്. അത് ശ്രദ്ധിക്കുക, എല്ലാവർക്കും എന്താണ്? ഡിഫറെൻറ്റ് ഏജസ് ആണ്. ഡി സിറ്റ് തേർഡ് ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ചു വിടുക, ഏതെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം, കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഓടിച്ചു വിടണം. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഡി സിറ്റ് തേർഡ് ഫ്രം വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് ഇതെടുക്കാം, ഇത് നമുക്ക് സെക്കൻഡ് കേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇതാണെന്ന് വിചാരിക്കുക, ഈ ഒരു എക്സ്ട്രീം എൻഡിൽ നിന്ന് തേർഡ് ആയിട്ട് എടുക്കാം. വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ എന്നല്ലേ? അപ്പം ഈ എൻഡിൽ നിന്ന് തേർഡ് 1 2 3 എന്ന് പറയുമ്പോൾ ഇതാണ് ആര്? ഡി. ഓക്കെ, അപ്പം നെക്സ്റ്റ് കേസിൽ ഇതാണ് എക്സ്ട്രീം എൻഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഡി കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് കേസിൽ ഡി ഇവിടെയാണ്. ക്യൂ സെറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് ഡി. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് റൈറ്റ് ഓഫ് ഡി ആണ്. അപ്പോൾ ഈ കേസിൽ ഇതാണ് ക്യൂ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇതാണ് ക്യൂ. Okay, so the number of persons sitting to the left of Q is same. അപ്പോൾ ലെഫ്റ്റ് ഓഫ് ക്യൂ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഫസ്റ്റ് കേസിൽ 1 2 3 4. എത്ര ആൾക്കാരാണുള്ളത്? 4 ആൾക്കാരാണ്. ഇവിടെയോ 1 2 3 4 5 6 ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ക്യൂയുടെ ലെഫ്റ്റിൽ എത്ര ആൾക്കാരുണ്ടോ അതേ നമ്പർ ഓഫ് ആൾക്കാരാണ്, അത്ര നമ്പർ ഓഫ് പേഴ്സൺസ് തന്നെയാണ് റൈറ്റ് ഓഫ് ജി. ഓക്കെ, റൈറ്റ് ഓഫ് ജി. അപ്പം എവിടെയായിരിക്കും? ഇവിടെ എത്രയാണ്? ലെഫ്റ്റ് 1 2. അപ്പം ഇവിടെ ആയിരിക്കും 1 2 3 4. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എവിടെ കൊടുക്കാൻ പറ്റും? ഇതിൽ ജി എവിടെയെങ്കിലും പ്ലേസ്? ജി ഇവിടെ ആണെങ്കിൽ 1 2 3 4 ഇല്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? ഈ കേസ് അവിടെ ക്യാൻസലായി, കാരണം നമ്മൾക്ക് എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ജി കൊടുത്താൽ 1 2 3 4, ഇവിടെ ജി കൊടുത്താൽ 1 2 3 ഉള്ളൂ. അപ്പോൾ ഈ കേസ് അവിടെ തന്നെ ക്യാൻസലായി. പിന്നെ നമ്മൾക്ക് ഇവിടെ 6 ആണല്ലേ ലെഫ്റ്റ് ഓഫ് ക്യൂവിൽ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ജി കൊടുത്ത 1 2 3, സോറി, ഇവിടെ ജി കൊടുത്ത 1 2 3 4 5 ആണ്. അപ്പോൾ ഇവിടെ ജി 1 2 3 4 5 6 അല്ലേ? സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജി പ്ലേസ് ചെയ്യാം. സോ ജിയുടെ റൈറ്റിൽ 6. പിന്നെ ജി എന്ന് പറയുന്നത് 20 years ഓൾഡ് ആണ്. ജി ഇസ് 20 years ഓൾഡ്. ഓക്കെ, ജി എന്ന് പറയുന്നത് 20 years ഓൾഡ് ആണ്. സോ ജി ഡി ക്യൂ നമുക്ക് കിട്ടി. ജിയുടെ ഏജും തന്നിട്ടുണ്ട്. പി സിറ്റ് ഫോർത്ത് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ഈസ് 35 years ഓൾഡ്. പക്ഷെ ക്യൂ എന്ന് പറയുന്നത് ആരല്ല? 35 years ഓൾഡ് അല്ല. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് 35 വയസ്സുള്ള ആളല്ല. പക്ഷെ പി എവിടെയാണ് നിൽക്കുന്നത്? ഫോർത്ത് ലെഫ്റ്റ് ആണ്. ഓക്കെ, 35 വയസ്സുള്ള ആളുടെ ഫോർത്ത് ലെഫ്റ്റിലാണ് പി നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് നോക്കുക, ഇവിടെ എന്തായാലും ക്യൂ പറയുന്നത് 35 വയസ്സുള്ള ആളല്ല എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് 35 വയസ്സുള്ള ആളാണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ആണെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 2 3 4 ഇവിടെയാണ് പി ഉണ്ടാവുക
അല്ലേ? അപ്പോൾ ഇത് 35 വയസ്സുള്ള ആളാണെങ്കിൽ 1 2 3 4 ആണ്. ഇനി ഈ ഡി 35 വയസ്സുള്ള ആളാണെങ്കിൽ 1 2 3 4. ജി ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അവിടെ പി വരില്ല. പിന്നെ വേറൊരു കേസും സാറ്റിസ്ഫൈ ചെയ്യില്ല, അപ്പോൾ ഇത് മാത്രമാണ് വരിക അല്ലേ നമ്മൾക്ക്. സോ നെക്സ്റ്റ് വൺ, ദ ടോട്ടൽ ഏജ് ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഡി ഇസ് 75 ഇയേഴ്സ്. അതായത് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരാണ്? ഡിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഒന്ന് ഇതുമാണ്, ഒന്ന് ഇതുമാണ്. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 75 ആണ്. എത്രയാണ്? 75. ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 75 ആണ്. അതായത് 35 ഒരാൾ, പിന്നെ അടുത്ത ആൾ എത്രയാണ്? അടുത്ത ആൾ എത്രയാണെന്ന് അറിയില്ല. സോ ഡിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള ആളുടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 75 കിട്ടണം. അപ്പോൾ എത്രയായിരിക്കും മറ്റേ ആൾ? 40 ആയിരിക്കും അല്ലേ? 75 മൈനസ് 35. അപ്പോൾ നമ്മൾക്കിവിടെ 40 കിട്ടും. ഈ ആളുടെ വയസ്സ് 40 ആണെന്ന് കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ജെ എന്ന് പറയുന്നത് 30 വയസ്സുള്ള ആളാണ്. ജെ ഈസ് 30 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഇത് ജെ അല്ല, മനസ്സിലായി, കാരണം ഇയാൾ 40 വയസ്സാണ്. ഇയാളും ജെ അല്ല, മനസ്സിലായി, കാരണം ഇയാൾ 35 വയസ്സാണ്. അപ്പോൾ ആരാണ് ജെ? ഇയാളാണ് ജെ എന്ന് മനസ്സിലായി. ഇയാൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ ഇയാൾ ജെ ആണ്. അയാളുടെ വയസ്സ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. 30 വയസ്സാണ്. ഇനി നെക്സ്റ്റ്, പി ഈസ് 20 ഇയർ ഓൾഡർ ദാൻ വൺ ഓഫ് ഹിസ് ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. അപ്പോൾ പി ഏതാണ്? പി ഇതാണ്. ഇയാളുടെ പിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരാണ്? ഒന്ന് 20 വയസ്സുള്ള ആളും ഒന്ന് 30 വയസ്സുള്ള ആളുമാണ് അല്ലേ? അപ്പോൾ അതിൽ ആരാവാനാ ചാൻസ്? പിയുടെ വയസ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വയസ്സിനേക്കാളും 20 വയസ്സിന് ഓൾഡറാണ് പിയുടെ വയസ്സ്. അപ്പോൾ പിയുടെ ലെഫ്റ്റ് സൈഡിൽ ആരാണ്? അതെ ലെറ്റർ ജി അല്ലേ? ഓക്കെ, പിയുടെ ലെഫ്റ്റ് സൈഡ് ജി ആണ്. അപ്പോൾ ജിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 20 + 20 40 ആവാൻ ചാൻസ് ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഇല്ല, ബിക്കോസ് ഇവിടെ ഡിയുടെ വയസ്സ് ഓൾറെഡി 40 ആണ്. ഇതിൽ പറയുന്നില്ലേ, ദേ ഓൾ ഹാവ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് വയസ്സാണുള്ളത്. അപ്പം സെയിം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ കേസ് വരില്ല. പിന്നെ ഏതാ വരിക? 50 വയസ്സാണ് വരിക. കാരണം പിയുടെ റൈറ്റ് സൈഡിൽ ആരാണ്? ജെ ആണ്. അപ്പോൾ ജെയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 30 ആണ്. സോ 30 + 20 50 ആണ്. ഇനി യൂസ് ഇറ്റ് റൈറ്റ് ഓഫ് എൽ ആണ്. യൂസ് ഇറ്റ് റൈറ്റ് ഓഫ് എൽ. അപ്പോൾ എൽ ഇവിടെയാണെന്ന് മനസ്സിലായി. അതായത് ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നല്ല പറഞ്ഞത്, എന്തായാലും എല്ലിൻ്റെ റൈറ്റ് സൈഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ യു ഇവിടെയാണെന്ന് മനസ്സിലായി, എൽ ഇവിടെയാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ യൂസ് ഇറ്റ് റൈറ്റ് ഓഫ് എൽ. പക്ഷേ എല്ലിനെ കുറിച്ച് അവിടെ എന്താ പറയുന്നത്? ഹൂസ് ഇറ്റ് ഇമ്മീഡിയറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ഈസ് 25 ഇയേഴ്സ് ഓൾഡ്. അങ്ങനെയാണെങ്കിൽ ആരാ? ഡിയുടെ വയസ്സാണ് 25. ഓക്കെ, കാരണം ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദ വൺ, 25 വയസ്സുള്ള ആളുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ആര്? എല്ലിരിക്കുന്നത്. ക്യൂ ഈസ് 5 ഇയർ യങ്ങർ ദാൻ പി. ക്യൂ, അപ്പോൾ ക്യൂയുടെ വയസ്സ് മാത്രമേ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ? പക്ഷെ ക്യൂ എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയാണ് പിന്നേക്കാളും. പിയുടെ വയസ്സ് എത്രയാണ്? 50 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ക്യൂയുടെ വയസ്സ്? 45 ആണ്. അപ്പോൾ നമ്മൾക്ക് ജി പി, ഇത് ജി ആണ് കേട്ടോ, ഫസ്റ്റത്തെ എസ് പോലെ ഉണ്ട് എഴുതിയത് കാണുമ്പോൾ. ജി പി ജെ എൽ ഡി യു ക്യൂ ആണ്. 20 50 30 40 25 35 45 ഇതാണ് ആൻസർ. സോ ദ നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എൽ ആൻഡ് ക്യൂ ഇസ് സെയിം ആസ് ദ നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ പി ആൻഡ് എത്രയെന്നാണ് ചോദിച്ചത്. അതായത് എല്ലും ക്യൂവും തമ്മിൽ എത്ര ആൾക്കാരുണ്ട്? അതേ നമ്പർ ഓഫ് ആൾക്കാരാണ് പിയും ക്യൂവും തമ്മിലുള്ളത്. ഓക്കെ, പിയും ഏത് ലെറ്ററും തമ്മിൽ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് എല്ലും ക്യൂവും എത്ര ആൾക്കാരാണ്? 2 ആൾക്കാരാണ്. ഡിയും യു ആണ്. എല്ലും ക്യൂവും എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്? 2 നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. അതേപോലെ പിയും പിന്നെ വേറൊരാളും ഇൻ ബിറ്റ്വീൻ 2 പേരാണ്. അതാരാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഏതാ? ഡി ആണ്. കണ്ടോ, പിയും ഡിയും തമ്മിൽ എന്താണ്? 2 ആൾക്കാരാണ്, ജെയും എല്ലും. സോ സെയിം ആയിട്ടുള്ളത് ഡി ആണ്. So next one, what is the position of J with respect to Q? What is the position of J with respect to Q? With respect to Q യുടെ എത്രാമത്തെയാണ് J? 1 2 3 4. ഫോർത്ത് ലെഫ്റ്റ് ആണ്. ഫോർത്ത് ലെഫ്റ്റ്. ഓക്കെ, ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഇസ് ദ ആൻസർ. സോ നെക്സ്റ്റ് വൺ, 4 ഓഫ് ദ ഫോളോയിങ്. അതായത് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പി ജി ജെ എൽ യു. P
ഇത് ജെ എൽ യു പി ജെ എൽ സോറി പി ജി ജെ എൽ യു ജിയും കൂടി ഉണ്ട് ജി. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? ഏതാണ്? ജി എന്ന് പറയുന്നത് ഒന്ന് ഇത് ജി, ഓക്കെ. പിന്നെ പി ജെ എൽ യു ഡി, ഇതിലേതാ ഓഡ് വൺ ഔട്ട്? ഇതിൽ വയസ്സ് നിങ്ങൾ നോക്ക്. ജിയുടെ വയസ്സ് 20 പിയുടെ വയസ്സ് 50, ജെയുടെ വയസ്സ് 30, എല്ലിൻ്റെ വയസ്സ് 40, ഡിയുടെ വയസ്സ് 25, യുടെ വയസ്സ് ഡി ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? പി ജി ജെ എൽ യു ഓക്കെ, യു മാത്രം, ഡി ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഇതെല്ലാം? എന്താ 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 20, 50, 30 അല്ലേ, 40 അങ്ങനെയാണ്. പക്ഷേ യു മാത്രം എന്താണ് 35 ആണ്. സോ അപ്പോൾ ഏതാണ് ഓഡ് വൺ ഔട്ട്? യു ആണ്. മനസ്സിലായി? ബാക്കിയെല്ലാം 10ൻ്റെ ആണ്, ഇൻറ്റു 10 ആണ്. 20, 30, 40 അങ്ങനത്തെ നമ്പേഴ്സാണ്. ബാക്കി മറ്റേത് മാത്രമാണ് 35 വരുന്നത്. സോ ആൻസർ എന്താണ്? യു ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് 40 years old? ഇതിൽ 40 വയസ്സുള്ള ആൾ ആരാണ്? എൽ ആണ്. എൽ ഇസ് ദ ആൻസർ, ഓപ്ഷൻ എ. സോ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ? ജെ സിറ്റ് റൈറ്റ് ഓഫ് എൽ. ജെ സിറ്റ് റൈറ്റ് ഓഫ് എൽ ആണോ? അല്ല, എല്ലിൻ്റെ ലെഫ്റ്റിലാണ് ജെ ഉള്ളത്. ഈ നെക്സ്റ്റ് വൺ, ഡി സിറ്റ് തേർഡ് റൈറ്റ് ഓഫ് ജി. ഡി സിറ്റ് തേർഡ് റൈറ്റ് ഓഫ് ജി അല്ല. 1, 2, 3 അല്ല, ഫോർത്ത് റൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ, പി സിറ്റ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ് അല്ല. ക്യൂ ഇസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദ വൺ ഹൂ ഈസ് 35 years old. ക്യൂ സിറ്റ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദ വൺ ഹൂ ഈസ് യെസ്. അപ്പോൾ യു എന്ന് പറയുന്നത് 35 years old ആണ്. അപ്പോൾ അയാളുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ക്യൂ ഉള്ളത്. സോ വാട്ട് ഇസ് ദ ആൻസർ? ലാസ്റ്റ് വൺ ഇസ് ഓപ്ഷൻ നമ്പർ ഇ ഇസ് ദ ആൻസർ, ഓപ്ഷൻ ഇ. ഓക്കെ, സോ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി 20 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. പിന്നെന്താണ്? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താ കുറച്ച് ദിവസമുള്ളൂ നമുക്കിനി എക്സാംസിന് അല്ലേ. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾക്കൊരു പുതിയൊരു പാറ്റേൺ പോലെ തോന്നില്ല, കാരണം നിങ്ങൾക്കൊരു എന്താണ് ഫെമിലിയർ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. നിങ്ങളിതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യണമെന്നല്ല, ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. Okay, so thanks for watching. Stay tuned on CWJ Malayalam channel. Bye.